പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ജൂലൈ മാസം 13-ാം തീയതി ശനിയാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഈ മാസത്തിൻ്റെ മറ്റൊരു വീക്കെൻഡിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. ദൈവത്തിൽ നിന്നും കഴിഞ്ഞ ഒരാഴ്ചവട്ടക്കാലം അനുഭവിച്ച എല്ലാ നന്മകൾക്കും ദാനങ്ങൾക്കും നന്ദിയും സ്തുതി സ്തോത്രവും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് സംഖ്യാപുസ്തകം 12-ാം അധ്യായം 15-ാം വാക്യം. നമ്പേഴ്സ് ചാപ്റ്റർ 12 വേഴ്സ് 15 നാം ഇപ്രകാരം വായിക്കുന്നു. ഇങ്ങനെ മിരിയാമിനെ 7 ദിവസം പാളയത്തിന് പുറത്താക്കി അടച്ചിട്ടു. അവളെ വീണ്ടും അംഗീകരിച്ചതുവരെ ജനം യാത്ര ചെയ്യാതിരുന്നു. മോശയുടെ സഹോദരി മിരിയാം, സഹോദരൻ അഹരോൻ. ഈ സഹോദരനും സഹോദരിയും കൂടെ ചേർന്ന് മോശയ്ക്കെതിരെ സംസാരിച്ചു. അതിൻ്റെ കാരണം 12-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. മോശ ഒരു കൂശ്യ സ്ത്രീയെ വിവാഹം കഴിച്ചത് ഇവർക്ക് അനിഷ്ടമായി. അങ്ങനെ മോശയ്ക്കെതിരെ ഇവർ സംസാരിച്ചു. എന്നാൽ ദൈവത്തിന് അതൊട്ടും ഇഷ്ടമായില്ല. ദൈവം വളരെ പെട്ടെന്ന് ഇവരെ മൂവരെയും സമാഗമന കൂടാരത്തിങ്കിലേക്ക് വിളിക്കുകയും ദൈവം അഹരോനോടും മിരിയാമിനോടും വളരെ വ്യക്തമായി ചില കാര്യങ്ങൾ പറഞ്ഞു. അതെ, മോശ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. ഞാൻ മറ്റ് പലരോടും മറപൊരുളായി ഇടപെടുമ്പോൾ, സംസാരിക്കുമ്പോൾ, വെളിപ്പെടുമ്പോൾ, അരുളപ്പാട് അറിയിക്കുമ്പോൾ മോശയോട് അഭിമുഖമായി നേരിട്ടാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സഹോദരൻ വിക്കുള്ളവൻ, കൂശ്യ സ്ത്രീയെ വിവാഹം കഴിച്ചവൻ, പക്ഷേ എനിക്ക് മോശ അങ്ങനെയല്ല. മോശയുടെ മഹത്വം സഹോദരനും സഹോദരിയുമായ നിങ്ങൾ അറിയുന്നില്ലെങ്കിലും അഖിലാണ്ടത്തിന്റെ ഉടയവനായ ഞാൻ അറിയുന്നു മോശ ആരാണ് എന്ന്. ഞാൻ ഇഷ്ടപ്പെടുന്നു മോശയെ. മൊത്തത്തിൽ നാം വായിക്കുന്നു, ദൈവകോപം മിരിയാമിന്റെ മേൽ ചൊരിയപ്പെടുന്നു. അഹരോൻ നോക്കിയപ്പോൾ മിരിയാം വെളുത്ത് കുഷ്ഠരോഗിണിയായി മാറുന്നു. ഇത് കണ്ട് ഇവരെളുപ്പെന്ന് മോശയോട് കേണപേക്ഷിച്ചു. മോശ ദൈവത്തോടും പറഞ്ഞു. ദൈവം മോശയോട് പറഞ്ഞു, മിരിയാമിന്റെ പിതാവ് മിരിയാമിന്റെ മുഖത്തു തുപ്പിയാൽ അവൾ 7 ദിവസം പുറത്ത് ലജ്ജ വഹിച്ച് നിൽക്കണ്ടേ? അങ്ങനെ ആവട്ടെ. അങ്ങനെ 7 ദിവസം മിരിയാം പാളയത്തിന് പുറത്താക്കപ്പെടുകയും ദൈവം മോശ മുഖാന്തരം കൊടുത്ത കൽപ്പനകളും ശുദ്ധീകരണ നിയമങ്ങളും പാലിച്ച് ശുദ്ധയായി പാളയത്തിനകത്ത് അവളെ സ്വീകരിച്ച് അംഗീകരിക്കുന്നിടം വരെ ഇസ്രായേൽ ജനത്തിന്റെ യാത്ര തടസ്സപ്പെട്ടു. ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് അറിയിക്കുവാൻ ആഗ്രഹിക്കുന്ന സന്ദേശം മിരിയാമിനുണ്ടായ ഈ വിഷയങ്ങളോ അതുമായിട്ട് ബന്ധപ്പെട്ട സാഹചര്യങ്ങളോ അല്ല. എന്നാൽ പ്രധാന ദൂതലേക്കുള്ള ആമുഖം ദൈവവചനത്തിൽ നിന്ന് പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. മിരിയാമും
അഹരോനും ദൈവദാസനായ ഒരു ജനതയുടെ നേതാവായി ദൈവം തിരഞ്ഞെടുത്ത മോശയ്ക്ക് നേരെ പിറുപിറുക്കുകയും അനിഷ്ടം കാണിക്കുകയും സംസാരിക്കുകയും ചെയ്തതുകൊണ്ട് മിര്യാം കുഷ്ഠരോഗിണിയായി, അല്ലെങ്കിൽ ഒരു വ്യക്തി ബുദ്ധിമുട്ടോ ദൈവിക കോപമോ ഏറ്റുവാങ്ങി എന്നുള്ളതിനേക്കാൾ ഉപരിയായി ഒരു ജനതയുടെ യാത്ര മുടങ്ങുവാൻ ഇടയായി. ഈ ശനിയാഴ്ച ദിവസം അതിരാവിലെ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഞാനും നിങ്ങളും സിയോൻ യാത്രക്കാരാണ്. നിത്യതയിലേക്കുള്ള യാത്രാ മധ്യയാണ് ഈ ചുരുങ്ങിയ ഒരായുസ് ഈ ഭൂമിയിൽ നമുക്കുള്ളത്. നമ്മുടെ യാത്ര അഭംഗുരം തുടരുന്നുണ്ടോ, അതോ ചില ഏരിയകളിൽ ബന്ധനത്തിലായി ബന്ധിക്കപ്പെട്ട് തടസ്സപ്പെട്ട് നിൽക്കുന്നുണ്ടോ? ഇന്ന് ഈ വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയ സഹോദരങ്ങൾ, ആരെയും വിരൽ ചൂണ്ടാതെ സ്വന്തം ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക്, നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന നിങ്ങളുടേതായ പ്രശ്നങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക. എവിടെയാണ് ഒരു സ്റ്റോപ്പ് ആയിരിക്കുന്നത്? സുഗമമായി പൊക്കൊണ്ടിരുന്ന ജീവിതം എവിടെയാണ് ഒന്ന് നിലച്ചത്, മന്ദഗതിയിലായത്? ആ ഒഴുക്ക് എവിടെ വെച്ചാണ് തിരിഞ്ഞു മറിഞ്ഞ് കയ്യിൽ പിടികിട്ടാതെ വണ്ണം കൺട്രോൾ വിട്ടു പോയത്? അങ്ങനെ ഉണ്ടെങ്കിൽ ആ നിലയിൽ നിങ്ങളുടെ യാത്ര സുഗമമായിരുന്നത് ഇപ്പോൾ അല്പം ബുദ്ധിമുട്ടിലോ മന്ദഗതിയിലോ അല്ല. ഒരു വിധത്തിലും മുൻപോട്ട് പോകാൻ പറ്റാതെ പ്രതിസന്ധിയിലും മുൻപിൽ ആശയ്ക്ക് വഴിയില്ലാതെ വഴി അടഞ്ഞ് അഗാധ ഗർത്തം പോലെ പ്രതികൂലത്തിലുമാണ് എങ്കിൽ ഇന്നത്തെ വാഗ്ദത്ത വചനം നാം ഏറ്റെടുത്ത് സ്വയം ചിന്തിക്കണം. യാത്ര നിൽക്കുവാൻ അതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. ആ കാരണം മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ ശാപമാണ്. ദൈവത്തിന്റെ ശാപത്തിന് എന്താണ് കാരണം? ദൈവം ചുമ്മാതെ കോപിക്കുകയില്ല. ചുമ്മാതെ ശാപമോ ദോഷമോ നമ്മുടെ മേൽ അയക്കുകയില്ല. എന്താണ് ഇസ്രായേൽ ജനത്തിന്റെ വലിയ ഒരു കൂട്ടത്തിന്റെ യാത്ര മുടങ്ങിയത്, നിന്നുപോയത്? 2 പേർ. അതിൽ ഒരാൾ കുഷ്ഠരോഗിണിയായി മാറി. ശുദ്ധയായി എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത് പാളയത്തിന്റെ അകത്ത് സ്വീകരിച്ച് അംഗീകരിച്ചതിന് ശേഷം മാത്രമാണ് യാത്ര പുനരാരംഭിക്കുന്നത്. അവരോട് ചിന്തിക്കുക, എവിടെയാണ്, എവിടെ വെച്ചാണ്, എന്ത് കാരണത്താലാണ്, എപ്പോഴാണ് എന്റെ യാത്രയ്ക്ക് തടസ്സം നേരിട്ടത്? അത് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിലുമായിരിക്കാം. നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ ഒരുക്കം, വചന പഠനം, ആരാധന എന്നാണ് മുടങ്ങാൻ തുടങ്ങിയത്? കുടുംബ പ്രാർത്ഥന എന്നു മുതലാണ് നിലയ്ക്കുവാൻ തുടങ്ങിയത്? വീട്ടിലെ സംസാരം, ചിരി, സന്തോഷം, ഉള്ള അവസ്ഥകൾ പങ്കുവെക്കൽ എന്നു മുതലാണ് ശുഷ്കിച്ചു തുടങ്ങിയത്? നിങ്ങളുടെ മുഖത്തെ ചിരി മാഞ്ഞത് എന്നു മുതലാണ്? ഉള്ളിൽ
സന്തോഷമില്ലാതെ ഒരു വികാരവുമില്ലാത്ത നിർവികാരി ജീവിയായി എന്നു മുതലാണ് തീർന്നത്. മറ്റൊരാളെ കാണുന്നത് ഇഷ്ടമല്ല, സംസാരിക്കുന്നത് ഇഷ്ടമല്ല, പുറത്തു പോകുന്നത് ഇഷ്ടമല്ല, ഒരു പൊതു കാര്യങ്ങൾക്കും പങ്കെടുക്കുന്നത് ഇഷ്ടമല്ല. ഒറ്റയ്ക്കിരിക്കണം, ഏകാന്തത ഇഷ്ടപ്പെടുന്നു എന്നു മുതലാണ് ഇത് ആരംഭിച്ചത്. എന്താണ് ഇതിന്റെ കാരണം? നിങ്ങളുടെ സുഗമമായ ജീവിതയാത്ര എന്നാണ് ഈ തടസ്സം നേരിടാൻ തുടങ്ങിയത്. അതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. ഈ പ്രഭാതത്തിൽ ഈ നിലകളിൽ ആരെങ്കിലും കടന്നു പോകുന്നവർ എന്നെ കേൾക്കുന്നുവെങ്കിൽ സ്വയം ദൈവസന്നിധി സമർപ്പിച്ച് കുറവ് കണ്ടെത്തണം. നിങ്ങളുടെ ബിസിനസ് എന്നു മുതലാണ് തകരുവാൻ, പ്രതികൂലത്തിലാകുവാൻ, പ്രതിരോധത്തിലാകുവാൻ, കടബാധ്യത വർദ്ധിക്കുവാൻ തുടങ്ങിയത്? എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളെ, എന്റെ യുവജന സുഹൃത്തുക്കളെ, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ തോത് എന്നു മുതലാണ് താഴോട്ട് വരാൻ തുടങ്ങിയത്? നിങ്ങളുടെ കരിയർ എവിടെയാണ് തടസ്സപ്പെട്ടു നിൽക്കുന്നത്? അതെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ശുഭഭാവി എവിടെയാണ് ബന്ധിക്കപ്പെട്ടു നിൽക്കുന്നത്? തടസ്സം നേരിടുന്നുണ്ടോ? യാത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ വിഷമിക്കുന്നുണ്ടോ? നിശ്ചയമായും അതിന്റെ പിന്നിൽ മൂല കാരണമുണ്ട്. ആ മൂല കാരണം കണ്ടെത്തി ഈ ശനിയാഴ്ച ദിവസം രാവിലെ ജീവജലം ശ്രവിക്കുന്ന എന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും, എന്റെ സഹോദരങ്ങളും എങ്ങും ഓടിപ്പോകണ്ട, ഒരു ദൈവദാസന്റെ അടുക്കലും പോകണ്ട. നിങ്ങളുടെ ദൈവവചനവുമായി നിങ്ങളുടെ പായിൽ മുഴങ്കാലും അടക്കി ദൈവത്തോട് പറ, കർത്താവേ, എന്റെ ഇന്ന സാഹചര്യത്തിൽ എന്റെ ആത്മീക ഒഴുക്ക്, ആരോഗ്യത്തിന് നേരിട്ടത്, കുടുംബത്തിന് നേരിട്ടത്, എന്റെ മകന്, എന്റെ മകൾക്ക്, എന്റെ ബിസിനസ്സിന്, എന്റെ ജോലിയിൽ, എന്റെ ആത്മീയ ശുശ്രൂഷയിൽ, എന്റെ കുടുംബ ജീവിതത്തിൽ ഒരു വലിയ തടസ്സം നേരിട്ടിരിക്കുന്നു. എനിക്ക് യാത്ര ചെയ്യുവാൻ പറ്റുന്നില്ല. ഇസ്രായേൽ ജനം യാത്ര തുടർന്നത് മിര്യാമിനെ കൊല്ലുകയല്ലായിരുന്നു, മിര്യാമിനെ ഒഴിവാക്കുകയല്ലായിരുന്നു, എന്നത്തേക്കുമായി കൂട്ടത്തിൽ നിന്നും പറിച്ച് കളയുകയല്ല. യേശു പറഞ്ഞതുപോലെ 99 വിട്ടിട്ട് നഷ്ടമായ ആ കുഞ്ഞാടിനെ തേടിപ്പോയ നല്ല ഇടയൻ മിര്യാം പാലിക്കേണ്ട നിയമങ്ങൾ പാലിച്ച് ശുദ്ധീകരണം ചെയ്ത് കൂട്ടത്തിലേക്ക് വീണ്ടും സ്വീകരിച്ച് അവർ യാത്ര സുഗമമായി പുനരാരംഭിച്ചു. ഈ ശനിയാഴ്ച, ഈ അതിരാവിലെ നമ്മുടെ യാത്ര നമുക്ക് പുനരാരംഭിക്കാം. അതിന് ജീവജലത്തിന്റെ എല്ലാ പ്രേക്ഷകരെയും കർത്താവ് സഹായിക്കട്ടെ. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ തടസ്സങ്ങൾ, ശാപങ്ങൾ, തിന്മകൾ, ദോഷങ്ങൾ, ദോഷൈക ദൃക്കുകൾ, പൈശാചിക പോരാട്ടങ്ങൾ സകലവും യേശു എടുത്തു മാറ്റട്ടെ. ചില പ്രത്യേക സ്വഭാവങ്ങൾ നിങ്ങളിൽ നിന്ന് മാറിപ്പോകുവാൻ പറ്റാതെ വണ്ണം നിങ്ങളുടെ അനുഗ്രഹിക്കപ്പെട്ട യാത്രയെ പിടിച്ചു കെട്ടുന്നുവെങ്കിൽ കർത്താവിനോട് തുറന്നു പറയുക, ഏൽപ്പിക്കുക. പ്രതികൂലം മാറട്ടെ. കർത്താവപ്പച്ചൻ നിങ്ങളുടെ തടസ്സങ്ങൾ എടുത്തു മാറ്റട്ടെ. നിങ്ങളുടെ യാത്ര, അതെ, ഇന്ന് കർത്താവിനോട് ചേർന്ന് ആരംഭിക്കുക. അങ്ങനെ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതത്തിന്റെ ഉടമയായി സിയോൻ യാത്രക്കാർ നാം, സിയോൻ ഗായകർ നാം, അതെ,
നിത്യതയിൽ എത്തിച്ചേരുവാൻ ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ സഹായിക്കട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ മാസത്തിന്റെ മറ്റൊരു വീക്കെൻഡിലേക്ക് തമ്പുരാൻ ഞങ്ങളെ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ഒരാഴ്ചവട്ടം മാത്രമല്ല, ഞങ്ങളുടെ നാൾ ഇതുവരെയും തമ്പുരാൻ ഞങ്ങളെ പരിപാലിച്ച നടത്തിയ കൃപകൾക്കായി സ്തോത്രം. ഇസ്രയേൽ ജനം തങ്ങളുടെ വാഗ്ദത്ത നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവരുടെ യാത്ര മുടങ്ങിയതും അതിനുണ്ടായ കാരണവും അതിന്റെ പ്രതിവിധിയും തുടർന്നുള്ള അവരുടെ യാത്രയുടെ പുനരാരംഭവും ഇന്ന് ഞങ്ങൾ കേട്ടുവല്ലോ. അപ്പാ, ഞങ്ങളിൽ പലരും യാത്ര നിലച്ചു നിൽക്കുന്നവരാ, വഴിയിൽ പ്രതികൂലങ്ങൾ കണ്ട് ഭയപ്പെട്ടു നിൽക്കുന്നവരാ. ഞങ്ങളുടെ മുമ്പിൽ മാറ്റുവാൻ പറ്റാത്ത പല എരിഹോ കോട്ടകളും ചെങ്കടലുകളും യോർദാനും ഹുങ്കാര ശബ്ദത്തോടെ ഒഴുകി നിൽക്കുകയാ. അപ്പൻ ഇന്ന് അതിന്മേൽ ജയം നൽകണമേ. ഞങ്ങളുടെ തടസ്സങ്ങളെയെല്ലാം മാറ്റി ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ ശുശ്രൂഷകൾ അനുഗ്രഹത്തോടെ മുന്നേറുവാൻ, ഞങ്ങളുടെ യാത്ര വളരെ സുഗമമായി മുൻപോട്ട് കൊണ്ടുപോവാൻ ഞങ്ങളെ സഹായിക്കണം. അതിന് വിപരീതമായ എല്ലാ കുറവുകളെയും പോരായ്മകളെയും ഇന്നത്തെ വാഗ്ദത്ത വചനപ്രകാരം ഞങ്ങൾ അങ്ങയിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ രക്തത്താൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് ഞങ്ങളുടെ അനുഗ്രഹിക്കപ്പെട്ട യാത്ര പുനരാരംഭിക്കുവാൻ ഇടയാക്കണമെന്ന് യേശു മശിഹ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ വാഗ്ദത്ത വചനം നിങ്ങളുടെ ഹൃദയത്തിൽ കുറിക്കൊള്ളുക. ആ വചനമനുസരിച്ച് സ്വയം ശോധന ചെയ്ത് കുറവുകളെ ഏറ്റുപറഞ്ഞ് യേശുപ്പച്ചന്റെ രക്തത്താൽ പാപക്ഷമ പ്രാപിച്ച് മകനും മകളും അവകാശികളുമായി ഈ അനുഗ്രഹിക്കപ്പെട്ട യാത്ര നമുക്ക് പുനരാരംഭിക്കാം. അങ്ങനെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ ജീവിതം ധന്യവും അനുഗ്രഹവുമായി തീരട്ടെ. അതിന് സ്വർഗത്തിലെ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കുകയും ചെയ്യട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless us all.